നമസ്കാരം. വീണ്ടും മണിപ്പിച്ച മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. പുറകിലുള്ള വ്യൂ കാണണം എന്ന് പയ്യന്മാരൊക്കെ പറഞ്ഞായിരുന്നു. സോ വ്യൂ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് കാണണം. ഒരു 2-3 ഫാൻസ് സിംഗപ്പൂരിൽ നമ്മളെ കൂടെ ഉണ്ട്. പിറകെയുള്ള വ്യൂ കാണണം. നിങ്ങൾ സിംഗപ്പൂരിൽ തന്നെ ഇരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നവർ പറയുന്നു. ഇന്നലെ മാർക്കറ്റിനെ കയറ്റി പിന്നെ ഇറക്കി +19 പോയിന്റ്സിൽ തീർത്തു. ഇന്ന് എന്തെന്ന് വെച്ചാൽ ബൾട്ടി അടിച്ച് 87 പോയിന്റ് മൈനസിൽ പോയിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു 224,500 ഗില്ലി എന്നാണ്. അങ്ങനെ ഗില്ലി ആയില്ലെങ്കിലും കൂടെ അതാകും. GST കട്ട് വന്നു, GST കട്ട് പോയി. GST കട്ട് ന്യൂസിന് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു. ഇന്നലെ ഗില്ലി പോലെ ITC 3% കയറിയത് തന്നെ നമുക്ക് നല്ല ഒരു കാര്യം. ഇത് സ്റ്റോക്കൊക്കെ ബെനിഫിറ്റ് ആയെന്ന് വെച്ചാൽ ടാറ്റയുടെ കമേഴ്ഷ്യൽ വെഹിക്കിൾ സൈഡ് നല്ല പിക്കപ്പ് ആകും. അശോക് ലേലാൻഡ് പിക്കപ്പ് ആകും. ബജാജ് ഓട്ടോ പിക്കപ്പ് ആകും. മെയിനായിട്ട് 3 കമ്പനി സൂപ്പറായിട്ട് പിക്കപ്പ് ആവും. പോലെ ഐഷർ മോട്ടോറിൽ <360cc വെഹിക്കിളിലൊക്കെ പിക്കപ്പ് ആവും. EVSും പിക്കപ്പ് ആവും. ഇത് മാത്രം അവർ BMW സെഗ്മെൻറ്റും ബജാജ് ഇൻഡസ്ട്രൈം സെഗ്മെൻറ്റും പിക്കപ്പ് ആകത്തില്ല. ഓൾറെഡി TVS മോട്ടോർ ഭയങ്കരമായി കയറിയ കാരണം ലോട്ടിൽ ചേർത്തില്ല. ബജാജ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ 5,000 നിന്ന് 10,000 രൂപ വില ഇതായിരിക്കും, ബൈക്കിൻ്റെ വില കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10,000 രൂപ വില കുറഞ്ഞ കാരണം ബൈക്ക് ഭയങ്കരമായിട്ട് സെയിലാകുമെന്ന് ചോദിച്ചാൽ ആകത്തില്ല. ഞാൻ തിരികെ പറയുന്നത് പോലെ ഫണ്ടമെൻ്റലായിട്ട് എംപ്ലോയ്മെൻറ്റിന് ഫിക്സ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് വലുതായിട്ട് ചേഞ്ച് ഒന്നും ആകത്തില്ല. മാർക്കറ്റ് അതിനെ നമുക്ക് കാണിക്കും. ഇത് കാരണം മാർക്കറ്റ് തിരികെ കിടപ്പിലായി. ഇതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം അമേരിക്ക ചെക്കുമ്പായിട്ട് തൂക്കി വച്ചിരിക്കുന്നു. അതിന് ഈ മാഗ്നിഫിഷ്യൻറ്റ് 7 ഞാൻ തൂക്കിയെങ്കിൽ S&P 500 കിടപ്പിലാവും. പക്ഷേ ഇപ്പോൾ S&P 500 ന്യൂ ഹൈ ആണ്. ഇത് കാരണം തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നു. ഇത് കാരണം ഇന്ന് നടത്തുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കയറി ഓവറോൾ ഗ്രോത്തിനെ തൂക്കി വച്ചിരിക്കുന്നു. ഇത് കാരണം ഇനി വരുന്ന കാലങ്ങളിൽ ഇന്ത്യയുടെ IT ഇൻഡസ്ട്രിയും പ്രഷറിൽ തന്നെ ഇരിക്കും. ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി തന്നെ എക്സ്പോർട്ട് കാരണം പ്രഷർ, അതേസമയം ITയും പ്രഷറിലിരിക്കും. ഇത് കാരണം തന്നെ മാർക്കറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു തടുമാറ്റം കണ്ടിന്യൂ ആകും. ഇതിൽ ഏതൊരു സംശയവുമില്ല. പാമോയിലിൻ്റെ വില, പരിപ്പ് വകയുടെ വില ഒക്കെ കയറും. കാരണം സാധനങ്ങളുടെ വിലവാശി കയറും. ഇതിൽ രൂപ വന്നിട്ട് 80 നിന്ന് 88 വിളുന്ന കാരണം ഇൻഫ്ലേഷൻ ഇമ്പോർട്ട് ചെയ്തതും വില കയറും. ഇലക്ട്രോണിക് ഗുഡ്സ് വലിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതൊക്കെ വില കയറും. അത് നോക്കുമ്പോൾ വിലവാശി കയറിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. വിലവാശി കയറും, വലിയ ചേഞ്ചസ് വരത്തില്ല എന്നാണ് മാർക്കറ്റ് ഇത് ചെയ്യുന്നു. FMCG കമ്പനിയൊക്കെ എന്ത് പറയുന്നു വെച്ചാൽ, ഞങ്ങൾ കുറച്ച് സാധനം കട്ട് ചെയ്തല്ലേ, അതായത് 100 ഗ്രാം ബിസ്ക്കറ്റിന് 90 ഗ്രാം ഇട്ട സ്ഥലങ്ങളിൽ വിടിയൻ 100 ഗ്രാം തരും എന്ന് പറയുന്നു. ഒരാളായിട്ട് പാക്കറ്റിൽ ജനങ്ങൾക്ക് ചേഞ്ച് എന്ന് പറയുന്നത് കുറവാണ്. കുറച്ചൊരു സർജ് 2-3 മാസത്തിന് മോട്ടോർ സൈക്കിൾ സെയിൽസിലും പോസിബിളി സബ് 4 മീറ്റർ കാർ സെയിൽസിലും കുറച്ച് പിക്കപ്പ് ആവാം. അല്ലാതെ വേറൊന്നും പിക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് സിഗരറ്റ് സെയിൽസ് വില കേട്ടില്ല എന്ന് പറഞ്ഞാൽ, ഓൾറെഡി ചൈനക്കാരൻ 1 രൂപയ്ക്ക് സിഗരറ്റ് വിറ്റ് നമ്മളെ ഇല്ലാതാക്കുന്നു. എല്ലാവരും 1 രൂപ സിഗരറ്റ് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ITC സിഗരറ്റ് 18 രൂപ കൊടുത്ത് വാങ്ങി കുടിക്കുന്നില്ല. അത് കാരണം നിങ്ങൾ വില കയറ്റിയാൽ ITC സിഗരറ്റിൻ്റെ ലോസ് അല്ല, ഗവൺമെൻറ്റിൻ്റെ ചെക്കറിനാണ് ലോസ്. കാരണം തന്നെ ITC വിലയിനെ കയറ്റിയില്ല. ഇത് തന്നെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ട്രംപിന് അഗെയിൻസ്റ്റായിട്ട് ജപ്പാൻ ഭയങ്കര ഗില്ലാടി പോലെ ജോലി ചെയ്യുന്നു. ഇന്നലെ ട്രംപും ജപ്പാനും കെട്ടിപ്പിടിച്ച് നിനക്ക് 15% തന്നെ ടാക്സ് എന്ന് കെട്ടി പാവം ജപ്പാൻ. നല്ല ആൾക്കാർ അവർ 15% ടാക്സ് എന്ന് പറഞ്ഞ് അഗ്രിമെൻറ്റിൽ കൈയിട്ടു. ഇത് കാരണം ഇന്ന് രാവിലെ നിക്കി കൂടിയിരുന്നു. നിക്കിയെ വിശ്വസിച്ച് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് വാങ്ങിച്ച് വെച്ചായിരുന്നു. നമുക്ക് ഓവറാളായിട്ട് ബെനിഫിറ്റ്. നിറയെ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ S&P 500-ൽ നിങ്ങൾ പറഞ്ഞതിൽ കുറച്ച് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ എന്ത് പറയണമെന്ന് വെച്ചാൽ, ആ FMCG 500 കയറിയതേ വെറും ആ മാഗ്നിഫിക്കൻ 7-ൽ മാത്രം തന്നെ. ഈ മാഗ്നിഫിക്കൻ 7-ൽ ഞാൻ ഡയറക്റ്റാണ് വച്ചിരിക്കുന്നത് ഒന്ന് തന്നെ. മറ്റതൊക്കെ എൻ്റെ അടുത്ത് ഇല്ല. ഇത് കാരണം ഈ S&P 500-ന് ഞാൻ ലൈറ്റ് അണ്ടർ പെർഫോം തന്നെ ചെയ്യും. മെയിനാണ് നിങ്ങൾ നോക്കുന്നത് എന്തെന്ന് വെച്ചാൽ S&P 500 ഈക്വൽ വെയിറ്റ് ഇൻഡെക്സ്. ഈക്വൽ വെയിറ്റ് ഇൻഡെക്സിനെ നമ്മൾ ഈസിயாக ബീറ്റ് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കാം. ഇത് കാരണം നമ്മൾ വിഷമിക്കാൻ ഒന്നുമില്ല. അടുത്ത ഇന്നൊരു കാര്യം, പോയ വർഷം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടൊക്കെ നോക്കിയെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 100 ഫണ്ടെങ്കിലും 7-8% ഡൗണിലിരിക്കും. ഇയർ പീരീഡൊക്കെ നോക്കിയെങ്കിൽ എന്തെന്ന് വെച്ചാൽ 26,500 26,300-ലിരുന്ന് ഇപ്പോൾ 24,500-ൻ്റെ താഴെ പോയിരിക്കുന്നു. അപ്പോൾ അവിടെ തന്നെ 8-ലിരുന്ന് 10% ഗില്ലിയാണ്. ആ 8-10% മാത്രം ഗില്ലിയില്ല. ഡോളർ കൂടെ ഇപ്പോൾ 78-ലിരുന്നോ 77-ലിരുന്നോ 58-ന് വന്നു. ഡോളറും ഒരു 15% ഗില്ലിയാണ്. ഇല്ല, ഇപ്പോൾ ഓവറോളാണ് നോക്കിയാൽ നിങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് ഇപ്പോൾ 24% താഴെ ഇറങ്ങിയിരിക്കുന്നു. നമുക്ക് എനിവേ നമ്മൾ രൂപയിൽ ഇപ്പോൾ മെഷർ ചെയ്ത് കഴിഞ്ഞ് ഡോളറിൽ തന്നെ 15% പ്ലസ്സിലിരിക്കും.
കാരണം മറ്റേനിയും ലെവൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. സ്വർണ്ണത്തിൻ്റെ വില ഇന്ന് തിരികെ കയറിയിരിക്കുന്നു. ഓൾ ടൈം ഹൈ ആണ്. 10,865 രൂപയാണ്. 9,865. കാരണം ഈ 10,000 ഇന്ന് താണ്ടുമ്പോൾ നാളെ താണ്ടുമ്പോൾ എന്നില്ല. ഇന്നത്തെ ദിവസം ആ 22 ക്യാരക്ടർ തന്നെ 10,000 താണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ ഒരു ചാൻസ് ആണ്. വിളുമ എന്ന് ചോദിക്കേണ്ട എൻ്റെ അടുത്ത്. ഈ സമയം കൊണ്ട് സി ജി പിങ്ങും പൂത്തിനും ഇരിക്കുന്ന ഇടത്തിൽ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഇരിക്കുന്നവരേക്കും സമയം കൊണ്ട് അത് വിലാൻ ചാൻസസ് കുറവാണ്. ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ നോക്കുമ്പോൾ ഡോളറിൽ അവർ ഗോൾഡിനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. ഇൻഫാക്ട് ഗോൾഡ് ഇവിടെ ഇരുന്ന് ബിസിനസ് ചാനലിൽ ഒരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ചാർട്സിനെ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ ചാർട്സിനെ വെച്ച് പറയത്തില്ല. 1,07,000 ഇരിക്കുന്നത് 1,40,000 വരെ പോകുമെന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡിൽ ധൈര്യമായിട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരു ഗ്രാം 14,000 രൂപ പോകും എന്നാണ് പറയുന്നു. ഇത് ഇന്ന് തന്നെ പോകുമോ നാളെ പോകുമോ എന്ന് എനിക്കറിയത്തില്ല. ഡെഫിനറ്റായിട്ട് 2-3 വർഷത്തിൽ ഗോൾഡ് 1 ഗ്രാം 14,000 രൂപയ്ക്ക് പോകും എന്ന് ഞാൻ പറയുന്നില്ല. ബിസിനസ് സ്റ്റാൻഡേർഡ് പറയുന്നു ക്വിക്കാ പോകുമെന്ന്. ഡെഫിനറ്റായിട്ട് ഞാൻ പറയുന്നു 3 to 4 ഇയേഴ്സിൽ 14,000 വളരെ സ്ട്രോങ് പോസിബിലിറ്റീസ് ഇരിക്കുന്നു. അങ്ങനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡിൽ വിലുന്നാലും നമ്മളെ ആൾക്കാർ രൂപയെ ഇറക്കി അടുത്ത ലെവലിൽ കൊണ്ടുവരും. ഇത് കാരണം സ്വർണം സ്ട്രോങ് തന്നെ ഇരിക്കുന്നു. ഗോൾഡ് റിലേറ്റഡ് സ്റ്റോക്സ് നന്നാ തന്നെ ഇരിക്കുന്നു. അതും അല്ലാതെ സൈഡസ് ലൈഫ് സയൻസസിനെ കുറിച്ച് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അത് വന്നിട്ട് ഇപ്പോൾ സ്മിത്സൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കൂടെ ജോയിൻറ്റ് വെഞ്ചർ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ലാതെ സൈഡസ് വെൽനസ് എന്ന് പറയുന്നത് 2,000 രൂപയ്ക്ക് മുകളിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. എന്തെന്ന് വെച്ചാൽ ഈ BMS ഈ ക്വിക്ക് കോമേഴ്സ് കമ്പനി വാങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. BMS എന്ന് പറയുമ്പോൾ വിറ്റമിൻസ് മിനറൽ സപ്ലിമെൻറ്റ്. ഇംഗ്ലണ്ടിലും അയർലാൻഡിലും വിറ്റമിൻ മിനറൽ സപ്ലിമെൻറ്റ്സിന് ഒരുപാട് വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കാരണം അവർക്കൊരു പ്രോബ്ലം ഇരിക്കത്തില്ല. ഇത് ഡയറക്റ്റായിട്ട് ബോട്ടം ലൈനിൽ പോയി ചേരും. അടുത്ത ന്യൂസ് വന്നിട്ട് TVS മോട്ടോറാണ്. അത് വന്നിട്ട് 150cc സ്കൂട്ടർ എന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നു. അതായത് 150cc എന്ന് പറയുമ്പോൾ സുസുക്കി ആക്സസിൻ്റെ മുകളിൽ 1 സ്റ്റെപ്പ് ഹൈ ആയിട്ടാണ് ഇരിക്കും. ആ മാർക്കറ്റിന് ഒരു മാർക്കറ്റ് ഇരിക്കുന്നു. സുസുക്കി ആക്സസിന് 125cc മാർക്കറ്റ് ഇരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ ഒരു മാർക്കറ്റ് പിടിക്കണമെന്ന് ഒരു 150cc ഇട്ടിരിക്കുന്നു. ഞാനത് ഫ്യൂൽ എഞ്ചിന് പെട്രോൾ എഞ്ചിനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്ന് ബജാജും അതിൽ ഇറങ്ങും. പക്ഷേ അത് ഇലക്ട്രിക് വണ്ടിയാണ്. അത് 150cc ഇരിക്കത്തില്ല. ഹോപ്പ്ഫുള്ളി പവർഫുൾ ആയിട്ട് ഇരിക്കും. എന്തെന്ന് വെച്ചാൽ ബജാജ് സ്കൂട്ടർ വന്നിട്ട് ഇലക്ട്രിക് വെഹിക്കിളിൽ തന്നെ ഇരിക്കും. എന്തും ബജാജ് തന്നെ മാക്സിമം ഗെയിൻ ആകുമെന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു 3 വീലറും ഒരുപാട് ചെയ്യുന്നു. 3 വീലറിൽ ഓട്ടോയിൽ അവർക്ക് 70% മാർക്കറ്റ് ഷെയർ ഇരിക്കുന്നു. ഓട്ടോയിൽ അവർക്ക് ടാക്സ് കുറച്ച കാരണം 2 വീലറിലും ടാക്സ് കുറഞ്ഞിരിക്കുന്നു, ഓട്ടോയിലും കുറഞ്ഞിരിക്കുന്നു. ട്രൈം അങ്ങനെ ഇരിക്കുന്ന ഒരേ ഒരു വണ്ടിക്ക് മാത്രം KTM ബൈക്സിന് മാത്രം തന്നെ അത് അടിപ്പെടുന്നു. അതും ഇല്ലെങ്കിൽ അവർക്ക് അടിപ്പെടുന്നതിന് ചാൻസസ് കുറവാണ്. ഇത് കാരണം അവരുടെ പൊസിഷൻ വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. അമേരിക്കയിൽ എന്തുകൊണ്ടാണ് ഇന്നലെ മാർക്കറ്റ് കയറി എന്ന് പറഞ്ഞാൽ ജോബ്ലെസ് നമ്പേഴ്സ് അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയിൽ ജോലി ഇല്ലാത്തവരെ കഷ്ടപ്പാട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. നിറയെ ജനങ്ങളിൽ ജോലിയില്ല. ഇത് സാർ നിങ്ങൾ പറയുന്നു ജോലി ആർക്കും ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴല്ലേ വിടണം, അതുകൊണ്ടാണ് മുകളിൽ കയറുന്നു എന്ന് നിങ്ങൾ ചോദ്യം മുൻവെച്ചാൽ മാർക്കറ്റിന് എന്ത് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും ജോലി ഇല്ലെങ്കിൽ ഫെഡിൻ്റെ ഡ്യുവൽ മാൻഡേറ്റ് ഇരിക്കുന്നു. ആ ഡ്യുവൽ ചെയ്ത 2 കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, എക്കോണമി ഗ്രോ ആകാതെ കിടപ്പിലാവണം, ഇൻഫ്ലേഷൻ കൂടുതലിരിക്കണം. രണ്ടാമത് കാര്യം അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലിരിക്കണം. ഇവിടെയുള്ള കാര്യം നോക്കുമ്പോൾ ഇവിടെ ജോലിയില്ലാതെ അവസ്ഥപ്പെടുന്ന ജനങ്ങൾ ഒരുപാട് ഇരിക്കുന്നു. ഇപ്പോൾ 16-17 വന്ന് റേറ്റ് കട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഡെഫിനറ്റായിട്ട് ഒരു റേറ്റ് കട്ട് ഇരിക്കുന്നു. ഇപ്പോൾ ഒരു ആൾ റിസൈൻ ആകുന്ന സ്ഥലത്തിൽ ഇനിയൊരു ഫെഡ് ഗവർണറെ ഇടാൻ നോക്കിയിരിക്കുന്നു ട്രംപ്. അവരുടെ നോമിനേഷൻ വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ നോമിനേഷൻ പോയെങ്കിൽ ബോർഡ് സീറ്റ് 2 പേരിന് കിട്ടും. ആ ബോർഡ് സീറ്റ് കിട്ടിയെങ്കിൽ ഇന്നും ഫാസ്റ്റായിട്ട് റേറ്റ് കട്ട് ആകും. ഇന്നും ഫാസ്റ്റായിട്ട് റേറ്റ് കട്ട് നടന്ന് ഇൻഫ്ലേഷനും കയറും എന്ന് വെച്ചാൽ ഇപ്പൊക്കെ വളരെ ഹാപ്പിയാണ്. ബിസിനസ് സ്റ്റാൻഡേർഡ് ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞില്ലേ 14,000 പെട്ടെന്ന് വരും. ഇതിൻ്റെ ചാർട്ട് പറയുന്നത് ട്രംപിനെ നിങ്ങൾ വിശ്വസിക്കാം. ട്രംപ് കിടപ്പിലാകത്തില്ല. ട്രംപ് വന്ന് ഗണ്ണ് പോലെ തിരികെ വരും. ഇത് കാരണം ട്രംപ് തീർച്ചയായിട്ട് വരാൻ പോകുന്നു. ഇത് കാരണം ഫെഡറൽ റിസർവ് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരുന്നു. ആ ഇൻഡിപെൻഡൻസ് പെട്ടെന്ന് പോകും എന്ന് വന്നിരിക്കുന്നു. ആ ഇൻഡിപെൻഡൻസിന് പെട്ടെന്ന് അവർ എടുത്തുവെങ്കിലും ഡെഫിനറ്റായിട്ട് വന്ന് സ്വർണം ഇന്നും ക്വിക്കായിട്ട് കയറും. സ്ട്രീറ്റ് മങ്ങത്തെ കളിച്ച് പോയാൽ പോട്ടെന്ന് പറഞ്ഞ് ഫൈനെ കെട്ടി അതോടെ വിടുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ ഫൈനെ കെട്ടി പിന്നെയും ഞാൻ മങ്ങത്തെ കളിക്കാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി കളിച്ചിൻ്റെ മുകളിൽ കേസ് ഇട്ടിരിക്കുന്നു. അതായത് അനന്തനാരായണൻ എഴുതിയ ജഡ്ജ്മെൻറ്റ് തെറ്റ് തീർപ്പിനെ മാറ്റി എഴുതി ഞങ്ങൾ ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് കെട്ടുന്നു. അമ്മേരനെ വളരെ ഹാപ്പി ആയിട്ട് വച്ചിരിക്കുന്നു. നിങ്ങൾ ടാക്സ് കെട്ടുന്ന കാരണം തന്നെ നിങ്ങൾക്ക് GST ഒക്കെ കുറച്ചിരിക്കുന്നു.
നാട്ടാമ്മ തീർപ്പിനെ മാറ്റി എഴുതിയെന്ന്. അപ്പോൾ ഈ നാട്ടാമ്മയ്ക്ക് നാട്ടാമ്മയായിട്ട് സെക്യൂരിറ്റി പല ഇന്റർവെല്ലിന് പോയിരിക്കുന്നു. ഓല ഒരുപാട് ജനങ്ങളെന്നെ കിണ്ടലടിച്ചായിരുന്നു. 5% കയറിയെന്ന്. ദിയെ എന്തുകൊണ്ട് കയറ്റിയെന്ന് നോക്കിയാൽ സോഫ്റ്റ് ബാങ്ക് ഇന്നൊരു 4, 5, 10 ഷെയർ വച്ചിരിക്കുന്നു. അത് ഒന്നൊന്നാ വിൽക്കണമെങ്കിൽ നിങ്ങൾ തന്നെ റീറ്റെയിൽ ട്രേഡറും ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടും തന്നെ തലയിൽ കെട്ടണം. ഗാർണർ സ്റ്റോക്കിന് ട്രിം ചെയ്ത് ഇന്ന് ന്യൂസ് വന്നിട്ടുണ്ട്. ട്രിം ചെയ്യുന്ന സമയം കുറച്ച് പേരെ കയറ്റുന്നത് പോലെ കയറ്റി ഇന്നലെ 5% അടിച്ചു. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കമ്പനിയിൽ ഓൺലി റീറ്റെയിൽ ഷെയർ ഹോൾഡർ തന്നെ ഷെയർ ഹോൾഡർ ആയിരിക്കും. റീറ്റെയിൽ ഷെയർ ഹോൾഡറെ അല്ലാതെ വേറെ ഷെയർ ഹോൾഡർ ഇരിക്കത്തല്ല. ചോദിച്ചാൽ പ്രൊമോട്ടറെ ഇല്ലാത്ത കമ്പനി എന്ന് പറയും. കമ്പനിയുടെ മുമ്പ് ഇട്ട ആൾക്കാർക്ക് കാണാതെ പോകും. എൻ്റെ അച്ഛനും ഞാനും ചെറിയ വയസ്സിൽ ഞാൻ ഇരിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയാതെ ഒരുപാട് പേപ്പറായിട്ട് ഇടും എൻ്റെ അച്ഛൻ. IPO വരണ സമയം IPOയിലൊക്കെ ഇടും. അതുപോലെ ഇട്ടതിൽ തന്നെ ഡോക്ടർ റെഡ്ഡി, ഇൻഫോസിസ് പോലത്തെ നല്ല സ്റ്റോക്കൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ ഇന്നും ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി 2 സ്യൂട്ട് കേസ് വച്ചിട്ടുണ്ട് വീട്ടിൽ. ഇതിൽ ഫുള്ളായിട്ട് പേപ്പേഴ്സ് ഇരിക്കും. ഇതുപോലത്തെ കമ്പനി ഇരുന്നു, പബ്ലിക് ഇഷ്യൂ ഇട്ടു, നിങ്ങളുടെ 1000, 2000 ഇട്ടു, അതിൽ പെട്ടു, ആ കമ്പനിയൊക്കെ ദിവാലായി. ലീസ്റ്റ് ഒരു 250 പേപ്പർ, 300 പേപ്പർ വരയ്ക്കും ഞാൻ ലാസ്റ്റ് എണ്ണിയായിരുന്നു. 500 പേപ്പർ എൻ്റെ അച്ഛൻ തന്നെ കൊളുത്തിയായിരുന്നു. കാരണം തിരികെ അതുപോലെ തന്നെ ആകും. മോട്ടറേ ഇല്ലാത്ത കമ്പനി ആയിരിക്കും. 100 സ്ക്വയർ ഫീറ്റിൽ കമ്പനി ഇരിക്കും. പക്ഷേ വലിയ കമ്പനി ആയിട്ടിരിക്കും. കമ്പനിയുടെ ഫെസിലിറ്റീസൊക്കെ വിറ്റുകൊണ്ട് ഷെയർ ഹോൾഡർ എല്ലാം വച്ചിരിക്കും. ഇത് തന്നെ നടക്കാൻ പോകുന്നു. ബൈജൂസിൽ അതാണ് നടന്നത്. നല്ല കാലം പബ്ലിക് ഇഷ്യൂ വരണ മുമ്പേ അത് നടന്നു. ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ സ്വിഗ്ഗിനെ കുറിച്ച് സംസാരിക്കാം. സ്വിഗ്ഗി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലാഭമേ ഇല്ല സാർ. സ്റ്റോക്ക് മാർക്കറ്റിൽ വില വീഴുന്നുകൊണ്ടേ ഇരിക്കുന്നു. എന്ത് ചെയ്യാമെന്ന് ഒരു ഐഡിയ ഇട്ടു. പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞ് മുമ്പേ ആയിരുന്നു. ഇവിടെ ഇല്ലല്ലോ, അത് സ്വിഗ്ഗിയിൽ വാങ്ങത്തില്ല എന്ന് കെഞ്ചിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ സ്വിഗ്ഗിയിൽ നിന്ന് നിങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചാലും ഞങ്ങൾ കാശിടാം. പ്ലാറ്റ്ഫോം ഫീനെ 15 രൂപ ആക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സപ്ലൈ ചെയ്യും, അതിന് ഡെലിവറി ചാർജ് ഇടും. അതും അല്ലാതെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യുന്ന പ്രിവിലേജിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫീസ് ഇടും. അതിനുശേഷം ലോസ് ചെയ്യും. പക്ഷേ ഇന്ന് ഞങ്ങൾ പ്ലാറ്റ്ഫോം ഫീ എന്നിട്ടാൽ ആ റീറ്റെയിൽ ആൾ വന്ന് വാങ്ങും. അതുമാത്രമില്ലാതെ ഇതിന് ഞങ്ങളൊരു നോട്ടായിട്ട് ഇട്ട് സ്പിൻ ഓഫ് ചെയ്യും. ഇതിനെ നോക്കി നല്ല ആക്റ്റീവ് ഫണ്ട് മാനേജേഴ്സൊക്കെ അവരെ മൂലയെ കഷയ്ക്ക് ജ്യൂസായിട്ട് ഇട്ട് ഈ കമ്പനിയെ വാങ്ങാൻ തീരുമാനിക്കും. പോയെങ്കിൽ ആരെ കാശാണ്? അവൻ്റെ കാശാ പണമാ? പോയത് നിങ്ങളെ കാശാണ്. കാരണം ഇതുപോലത്തെ കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ ഇന്നത്തെ ന്യൂസ്. ഇന്ന് മാർക്കറ്റ് 70 പോയിന്റ് വിழுന്നിരിക്കുന്നു. ഈ 3% പോയാൽ കൂടെ ITCനെ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ടാസ്ക് ലിസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നു. അത് നോക്കി സൂക്ഷിച്ച് കൺസിഡർ ചെയ്യണം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോസിന് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.